അപ്പോൾ നമ്മളിന്ന് പന്നിയൂർ 1-ൻ്റെയും പന്നിയൂർ 5-ൻ്റെയും വള്ളിത്തല നമുക്ക് മിരട്ട് നിന്നിട്ട് എങ്ങനെ പൊടിപ്പിച്ചെടുക്കുക. അതായത് നമുക്ക് തണ്ട് മുറിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ മിരട്ടുന്നത് തന്നെ നമുക്ക് പേക്ക് വെച്ചിട്ട് എങ്ങനെ വള്ളിത്തല എങ്ങനെ പൊടിപ്പിച്ചെടുത്തിട്ട് 2 ആഴ്ച കൊണ്ട് നമുക്ക് നല്ലോണം പൊടിപ്പുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൃഷി സ്ഥലത്ത് കവുമ്മൽ സീമക്കൊഞ്ഞമ്മൽ എല്ലാത്തും നട്ടിട്ട് നല്ല ആദായം എടുക്കാനുള്ള ഒരു കൃഷിഫലം ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അതെങ്ങനെ നമുക്ക് പൊടിപ്പിച്ചെടുക്കുക തണ്ടും വന്നിങ്ങെന്നുള്ളതാണ്. ഓക്കെ, മിരട്ടുന്ന് ചോട്ടുകൂടി കണ്ടത്ത് പാടുന്നതാണിത്. ഈ പാടുന്നതിൽ നമ്മളിങ്ങനെ സഞ്ചി ഇങ്ങനത്തെ മിരട്ടി ഇങ്ങനെ ആക്കിയിട്ടിതാ ഒന്നും കൂടി ഇതങ്ങ് വെള്ളിക്കല്ല. ഈ പൊടിപ്പ് കാണില്ല നിങ്ങൾ, ഈ പൊടിപ്പ് വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു കവർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. ഇത് ഈ കവർ എടുത്ത് 2 പൊടിപ്പിനും കൂടി ഇങ്ങനെ വെക്കുക. ഈ ശേഷം നമ്മൾ ദേശം ചാണകപ്പൊടികൾ ഇങ്ങനെ നല്ലോണം ആക്കി എടുക്കുക. നല്ലോണം ഇത് കുറച്ച് മണ്ണും ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഒരു കല്ലും ഈമൽ എടുത്ത് വെക്കുക. അപ്പം വീണ്ടും പൊടിപ്പ് ഇതിങ്ങോളം പടർന്ന് വരുമ്പോൾ എന്നിട്ടൊന്ന് ഇവിടെയും വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് 3 ആഴ്ച കൊണ്ട് എല്ലാം ഇവിടുന്ന് കട്ടിങ് ചെയ്ത് ഓരോന്ന് കട്ടിങ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇവിടെ മൊത്തം വള്ളിത്തല റെഡിയാക്കിയിട്ട് അപ്പോൾ നമുക്ക് റെഡിക്ക് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ആഴ്ച കൊണ്ട് വള്ളിത്തല റെഡി കണ്ടീഷൻ നിങ്ങൾക്ക് കൃഷി ചെയ്യുക. റെഡി കണ്ടീഷനായിട്ട് വള്ളിത്തല മിരട്ടുന്ന തന്നെ ഫസ്റ്റ് ക്വാളിറ്റി പന്നിയൂർ 1-ൻ്റെയും പന്നിയൂർ 5-ൻ്റെയും നിങ്ങൾക്ക് നല്ലോണം ഇങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കാം. അതുപോലെ തന്നെ സഞ്ചി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ വെച്ചാൽ ഇവിടുന്ന് തന്നെ മുറിച്ചതിന് ശേഷം ഒന്ന് ഇവിടുന്ന് മുറിക്കുക, അതുപോലെ തന്നെ ഇവിടുന്ന് മുറിക്കുക. ഇനി ഇതിന് നമ്മൾ ഒരു സഞ്ചി ഇതിനും കൂടിയും വെക്കുന്നത്. ഇത് അങ്ങനെ ഇങ്ങോട്ടൊരു കവർ കണ്ട് നിങ്ങൾ ഇനി ഒന്ന് ഇവിടെയും വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെയും മുറിക്കുക, ഒന്ന് ഇവിടെ മുറിക്കുക. അപ്പോൾ ഇതൊരു പാക്കറ്റായി, ഒരു പാക്കറ്റ് പിടിയായി. പിന്നെ വരുമ്പോൾ ഒന്ന് പിടിയാ. അപ്പം 3 പാക്കറ്റ് 4 പാക്കറ്റ് ഒരു തണ്ടും വന്ന് ഈരണ്ടി തണ്ട് വെച്ചിട്ട് തണ്ടാണ് എടുക്കേണ്ടത്. ഈരണ്ടി തണ്ട് വെച്ചിട്ട് നമുക്ക് പാക്കറ്റിലാക്കി എടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ നല്ലോണം വേഗത്ത് പൊടുപ്പും തൊട്ടും തണ്ട് മുറിച്ച് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ നമുക്ക് വള്ളിത്തല ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വള്ളിത്തല എല്ലാ ജാതിയിലും കുറ്റിക്കുരുമുളകും അതുപോലെ തന്നെ കുറ്റിക്കുരുമുളകും ഉണ്ടാക്കാം ഇങ്ങനെ തന്നെ മിരട്ടുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതിന് കൊടുക്കുക. ഈനാണ് കൊടുക്കുന്നത് കണ്ട, ഈ പൊടിപ്പ് കണ്ടുങ്ങൾ. അപ്പോൾ ഇതിന് കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും കൂടിയും കൊടുക്കുക. ഇങ്ങനെ ഇവിടെ വെക്കുക. ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ദേശോടി ജൈവവളം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റാക്കി വെച്ചിട്ട് കുറച്ച് മണ്ണ് ഈ പാക്കറ്റിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. അമർത്തി വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിവിടെ ഒരു കല്ലും വെച്ച് കൊടുക്കുക. എടുത്ത് നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം പൊടിപ്പ് അപ്പോൾ വീണ്ടും ഈ കണ്ണിത്തല ഇങ്ങോട്ട് വളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പൊടിപ്പ് നോക്കിയിട്ട് ഇങ്ങനെ അഴിച്ചിട്ട് പൊടിപ്പ് നോക്കിയിട്ട് ഒന്നും ഇവിടെയും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ മുറിച്ചെടുത്തിട്ട് 3ഉം 5ഉം ഈരണ്ടി തണ്ടുള്ള വള്ളിത്തല നമുക്ക് ഓരോ കണ്ണിത്തലയും നോക്കാം. ഒരു മിരട്ടും ഒന്ന് കണക്ക് ഇത് കണ്ടെങ്കിൽ പടർന്ന് കണ്ടോ മിരട്ടൂടെ. ഇത് പന്നിയൂർ 5-ൻ്റെ കണക്ക് ഉണ്ടാക്കിയെടുക്കുക. പന്നിയൂർ 1-ൻ്റെയും. അപ്പോൾ നിങ്ങൾ നല്ലോണം കൃഷി ചെയ്യുക. ഇങ്ങനത്തെ സഞ്ചി എടുത്തതിന് ശേഷം ഇതിൽ ദേശം വളപ്പൊടി ഇട്ടിട്ട് കുറച്ച് വളപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ നല്ല ടൈറ്റാക്കി കെട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു മുറിക്കുക. ഇതിങ്ങനെ വളപ്പൊടിൻ്റെ അകത്ത് ഇതിവിടെ ഇല്ലേ ഇങ്ങനത്തെ 2 തണ്ട് എടുത്തിട്ട് ഈ പൊടിപ്പിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനത്തെ ഒരു നൂലെടുത്തതിൻ്റെ ശേഷം നമ്മളെ കെട്ടിക്കൊടുത്താൽ ഇതും നമുക്ക് മുറിച്ചിട്ട് പാക്കറ്റ് ചെയ്യുക. ഇങ്ങനെ ആക്കി എടുത്ത് ഇതിപ്പോൾ 2 ആഴ്ച കൊണ്ട് നമുക്ക് നല്ലോണം പൊടിപ്പ് തട്ടിയിട്ട് പാക്കറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഒന്ന് ഈമിൽ വെച്ച് ഇതിപ്പോൾ ഒരു കെട്ടാണ്. ഇത് പൊടിപ്പിച്ചെടുത്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പാക്കറ്റിലേക്ക് ആക്കുക. ഇതിന് പിന്നെ കല്ലൊന്നും വെക്കാണ്ട് ഇതാണെന്ന് പൊടിച്ചോളും. റെഡിക്ക് പറയാന്നുണ്ട് നമുക്ക് 3 ആഴ്ച കൊണ്ട് ഇത് ഫുള്ളായിട്ട് കട്ടിങ് എടുത്തിട്ട് നമുക്ക് പാക്കറ്റിലാക്കിയിട്ട് കൃഷി ചെയ്യേണ്ടി വരും. ഇങ്ങനെ തന്നെ മിരട്ട് അങ്ങ് കുഴിച്ചിട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മളിത് ആക്കുന്നത് നമുക്ക് നേഴ്സറിയിലുണ്ട്. ഇപ്പോൾ നേഴ്സറിയിലേക്ക് പാക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ക്വാളിറ്റി സാധനം നമ്മൾ നേഴ്സറി കൂടി കൊടുക്കുന്നതാണ് വള്ളിത്തല. അപ്പം അല്ലാതെ എനിക്ക് കൃഷി ചെയ്യാൻ ഇത് മിരട്ടങ്ങ് കുഴിച്ചിട്ട് കൊടുത്താൽ അതിനും കാണിച്ചാൽ നമുക്ക് കുറ്റിക്കുരുമുളക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, കുരുമുളക് എടുക്കേണ്ട വള്ളിത്തലയാണ് ഇത്. ഇത് കണ്ടങ്ങൾ, ഇത് കരിമുണ്ടിയാണ്. ഇത് കണ്ടങ്ങൾ പൊടിപ്പ് കാണിച്ചു കൊടുക്കുക. ഈ പൊടിപ്പ് കാണില്ല നിങ്ങൾ, ഈ പൊടിപ്പുണ്ട്. ഇത് നമുക്ക് ഈ സംഗതി നിലത്തിട്ട് വലിച്ചിട്ടിട്ട് അതിമ നമുക്ക് സഞ്ചിയിലിട്ട് കൊടുത്താൽ അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് വളപ്പൊടി വെച്ച് കിട്ടിയാൽ റെഡിക്ക് 2 മാസം കൊണ്ട് പൊടിപ്പാക്കി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. കായ് വലം കണ്ടങ്ങൾ ഇതിന് നമ്മൾ വളപ്പൊടി വെച്ച് കെട്ടിയിട്ട് ഈമെന്ന് ഒരുപാട് കുറ്റിക്കുരുമുളക് നമുക്ക് എടുത്തിട്ട് നല്ലോണം കായ് ഫലം നല്ല കൂടുതലുള്ളതുമ്പോൾ നമുക്ക് കുറ്റിക്കുരുമുളക് തിരഞ്ഞെടുത്തിട്ട് നല്ലോണം നമുക്ക് വരുമാനം നേടാം. നല്ല ഇനം കുറ്റിക്കുരുമുളകൊക്കെ തിരഞ്ഞെടുക്കുക. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല കരിമുണ്ട പന്നിയൂർ 1 പന്നിയൂർ 5-ൻ്റെ എല്ലാം നല്ലോണം വിടർന്ന് നല്ലോണം നിൽക്കുന്നത് വെച്ചാൽ നമുക്ക് സ്വന്തം തന്നെ കൃഷിയിടത്തുനിന്ന് നിങ്ങൾക്ക് നല്ലോണം വരുമാനമാക്കിയെടുക്കാം. ഓക്കെ.